ഇന്ന് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഗിഫ്റ്റ് കിട്ടാനും ഒക്കെ ആയിട്ട് ഒരുപാട് ഡേകളുണ്ട് അല്ലേ. ഇതൊക്കെ ഒരു സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളെ ഈ ഒരു ജനറേഷന് അത് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാരണം നമുക്കിത് സ്റ്റാറ്റസ് വെക്കാം, സോഷ്യൽ മീഡിയയിൽ വെക്കാം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ടുണ്ട് എന്നുള്ളത്. അപ്പം ഇന്നത്തെ ഈ ഒരു ഡേൻ്റെ സ്പെഷ്യൽ അറിയാലോ, ഫെബ്രുവരി 14 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാലന്റൈൻസ് ഡേ ആണ്. അതിൻ്റെ ഒരു പ്രത്യേകത നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് ആഘോഷിക്കാൻ പറ്റിയൊരു കാര്യമൊന്നും അല്ലെങ്കിൽ പോലും ഇന്നത്തെ ഈ ഒരു ജനറേഷൻ, ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് തീർച്ചയായിട്ടും പ്രണയിനികളെ ദിവസം ആണ് എന്നാണ് നമ്മൾ പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ദിവസത്തിൽ എനിക്ക് നിങ്ങളടുത്ത് തരാനുള്ളൊരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സ്നേഹിക്കുന്ന സമയത്ത്, ഇത് പ്രണയിനികളോടാണ് കേട്ടോ പറയുന്നത്, ഈ ഒരു സ്നേഹിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു പാർട്ട്ണറെ, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, കാണുന്ന ആ ഒരു സ്വഭാവം, ഈ ഒരു സ്വഭാവം വെച്ച് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ലൈഫ് സ്വപ്നം കാണരുത്. കാരണം ആണിൻ്റെതായാലും പെണ്ണിൻ്റെതായാലും അവരെ ഏറ്റവും നല്ലൊരു സ്വഭാവത്തിലാണ് നിങ്ങൾ കാണുന്നത്. അവർ എത്രയൊക്കെ നന്നാക്കിയിട്ട് നിങ്ങളെ മുന്നിൽ പെർഫോം ചെയ്യാൻ പറ്റുമോ അത്രയും നന്നായിട്ട് തന്നെയാണ് നിങ്ങളെ മുന്നിൽ പെർഫോം ചെയ്യുക. അതിനൊരു കാരണമുണ്ട്. കാരണം നിങ്ങൾ എങ്ങനെയെങ്കിലും അവരെ സ്വന്തമാക്കണം, അതല്ലെങ്കിൽ അവരെ സ്നേഹം എങ്ങനെയെങ്കിലും പിടിച്ചു പറ്റണം എന്നുള്ള ആ ഒരു മാനസികാവസ്ഥയാണ് നമ്മൾ ആ ഒരു സ്നേഹിക്കുന്ന ആ ഒരു സ്റ്റേജിൽ ഉണ്ടാവുക. അപ്പം അത് നമ്മളെ വിട്ടു പോവോ എന്ന് പേടിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മാക്സിമം നമ്മളെ ക്ഷമ അവിടെ കാണിക്കും എന്നുള്ളതാണ്. നമ്മൾ ദേഷ്യമൊക്കെ കാണിക്കും, പക്ഷെ ആ ഒരു ദേഷ്യമൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് അതൊരു ത്രില്ലായിട്ട് തോന്നും എന്നുള്ളതാണ്. പക്ഷെ എന്നാലും നമ്മൾ ആണായാലും പെണ്ണായാലും മാക്സിമം അവിടെ നമ്മളെ ക്ഷമ കാണിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യും, ഈ വ്യക്തിൻ്റെ ഒരു ക്യാരക്ടർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് നമുക്ക് തോന്നും. എങ്ങനെയെങ്കിലും ഇവരെ സ്വന്തമാക്കണം എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ നമ്മളെ മുന്നിൽ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു സത്യം നിങ്ങൾ ഉൾക്കൊള്ളണം. ഇതൊന്നുമല്ല നമ്മൾ യഥാർത്ഥ ജീവിതത്തിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളത് എന്നുള്ളത്. യഥാർത്ഥ ജീവിതവും ഈ ഒരു പ്രണയിക്കുന്ന സമയത്തുള്ള ആ ഒരു സമയത്തുള്ള ക്യാരക്ടറും അതല്ലെങ്കിൽ നിങ്ങളടുത്തുള്ള കെയറിങ്ങും ഒക്കെ ഉണ്ടല്ലോ, രണ്ടും രണ്ട് രീതിയിലാണ്. അപ്പം അത് നിങ്ങളത് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ മാരീഡ് ലൈഫിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ചില ആൾക്കാർ അങ്ങോട്ട് എത്തൂല, അതിൻ്റെ മുന്നേ തന്നെ ചിലപ്പോൾ അടിച്ച് പിരിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇപ്പം നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനത്തെ ഈ ഒരു പ്രണയിച്ച് കല്യാണം കഴിക്കുന്ന ആളുകൾക്ക് ഡിവോഴ്സും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ കല്യാണത്തിൻ്റെ മുന്നേ തന്നെ എല്ലാം മനസ്സിലാക്കിയൊരു ആളുകൾ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ അവർ തയ്യാറായിട്ടാണല്ലോ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ എന്തിനാണ് പിന്നെ അവർ ഡിവോഴ്സ് ആവണത്? ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനാണ് അവർ ഡിവോഴ്സ് ആവേണ്ട ആവശ്യമില്ല. കാരണം അവർ പ്രണയിച്ച് മനസ്സിലാക്കി വന്ന ആളുകളാണ്. എന്നിട്ടും ഇപ്പം ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ആളുകൾ ഡിവോഴ്സിന് വരുന്നുണ്ട് എങ്കിൽ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ പിന്നിലുള്ളൊരു രഹസ്യം ഇതാണ്. നമ്മൾ സ്നേഹിക്കുന്ന സമയത്ത് കാണുന്ന സ്നേഹമല്ല യഥാർത്ഥ ജീവിതത്തിൽ വരുമ്പോൾ. പിന്നെ യഥാർത്ഥ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഇത് എൻ്റെ സ്വന്തമായി കഴിഞ്ഞു എന്നുള്ള ആ ഒരു ബോധം വരും. പിന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള ആ ഒരു ജീവിക്കാനുള്ള ഒരു ഓട്ടത്തിലാവും. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾക്ക് ആ ഒരു പഴയ പോലെയുള്ള ആ ഒരു കെയറിങ്ങും കാര്യങ്ങളും ഒന്നും ചിലപ്പോൾ ഉണ്ടായില്ല എന്ന് വരും. അപ്പം നമ്മൾ ഏറ്റവും കൂടുതലൊരു കെയറിങ് കിട്ടിയൊരു വ്യക്തിക്ക് പിന്നീട് അത് കിട്ടാതെ വരുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങൾ തുടങ്ങും എന്നുള്ളതാണ്. നിങ്ങളടുത്ത് പറയാനുള്ള മറ്റൊരു കാര്യം, നമ്മൾ സ്നേഹത്തിന് വേണ്ടിയിട്ട് ആരെടുത്തും യാചിക്കരുത്. യാചിച്ച് വാങ്ങേണ്ട ഒരു സാധനമല്ല സ്നേഹം. അത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് തരേണ്ട ഒരു സാധനമാണ്. ഒരിക്കലും യാചിച്ച് കിട്ടുന്ന ഒരു സ്നേഹം അത് സക്സസ്ഫുൾ ആവില്ല, അത് നിലനിന്ന് പോവില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ നമ്മൾ യാചിക്കുമ്പോൾ ഓരോ കാര്യത്തിനും നമ്മൾ അവരെ മുന്നിൽ താന്നുകൊണ്ടേ ഇരിക്കേണ്ടി വരും. പലതും നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് നമ്മളെ ഇഷ്ടങ്ങളും നമ്മളെ സമാധാനങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ജീവിക്കേണ്ടി വരും. അപ്പോൾ ഒരിക്കലും നമ്മൾ സ്നേഹത്തിന് വേണ്ടിയിട്ട് യാചിക്കാൻ പാടില്ല. നമുക്ക് അറിഞ്ഞു തരുന്നതാവണം ആ ഒരു സ്നേഹം എന്നുള്ളത്. പിന്നെ ഈ ഒരു ദിവസത്തിൽ എനിക്ക് കഴിഞ്ഞ വർഷം ഈ ഒരു ഫെബ്രുവരി 14 പഠിച്ചോനെ എനിക്ക് അനുഗ്രഹിച്ചു തന്നൊരു സംഭവം ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഇക്കാൻ്റെ കൂടെ മക്കത്ത് ഹറമിലെ ആ ഒരു വാതിലിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് രണ്ടാൾക്കും പിടിച്ച് നിൽക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പഠിച്ചോൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം
ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്നേഹവും ആ ഒരു ബോണ്ടും കണ്ട് പഠിച്ചവൻ തന്നെ ഞങ്ങൾക്ക് തന്നിട്ടുള്ള, ഞങ്ങൾ ഇത് ആഘോഷിക്കലൊന്നും ഇല്ല കേട്ടോ, പക്ഷെ എന്നാലും അത് അറിഞ്ഞു തന്ന ഒരു ഗിഫ്റ്റാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ മനസ്സറിഞ്ഞ് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമാണ് എന്നുണ്ടെങ്കിൽ നമ്മളാവണം ഏറ്റവും കൂടുതൽ പരസ്പരം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണതും, അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കാണേണ്ടത് ഭർത്താവാണ്, ഭർത്താവ് ഭാര്യനെയാണ്. ഞാൻ ഇത് മുന്നൊരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആവണം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു കുറഞ്ഞൊരു സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സംസാരിക്കുന്നത് നമ്മളെ പാർട്ട്ണറോടാവണം എന്നുള്ളതാണ്. അങ്ങനെ ഒക്കെയാണ് നമ്മൾ ജീവിച്ച് പോണത് എന്നുണ്ടെങ്കിൽ ലൈഫ് വളരെ മനോഹരമാണ് എന്നുള്ളതാണ്. വിവാഹ ജീവിതമാണെങ്കിലും നമുക്ക് വളരെ ഭംഗിയായിട്ട് കൊണ്ട് പോകാൻ പറ്റും. ഈ ഒരു പ്രണയിക്കുന്ന സമയത്തുള്ള അതേ സാഹചര്യത്തിൽ നമുക്ക് ഇതന്നെ മുന്നോട്ട് വിവാഹം കഴിഞ്ഞാലും കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും ഈ ഒരു കുടുംബ ബന്ധങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടാവുന്നതിൻ്റെ കാരണങ്ങളും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത്, കൗൺസിലിങ്ങിന് ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നതും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. ഡിവോഴ്സിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ള ഓരോ ആളുകളാണ് നമ്മളടുത്ത് പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ലഹരി ഉപയോഗം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ ഇനിയും ഞാൻ കൂടുതലായിട്ട് എൻ്റെ ഈ ഒരു വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല, കാരണം ഒരു വാലൻസ് ഡേൻ്റെ ഒരു ചെറിയൊരു മെസ്സേജ് തരാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കുടുംബ പ്രശ്നങ്ങൾക്കുള്ള കാരണം, അതിനുള്ളൊരു സൊല്യൂഷൻ എന്താ എന്നുള്ളതും ഒക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ള ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ കമൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ അറിയിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. ഇത് കാണുന്ന ആളുകളിൽ എത്ര ആള് നിങ്ങളെ പാർട്ട്ണറെ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, നിങ്ങളെ പാർട്ട്ണറെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കാണുന്നുണ്ട്? നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് അവരോട് നിങ്ങളെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്? അത് നിങ്ങളൊരു കമൻറ്റ് ഇതിൽ അറിയിക്കുക. എസ് ആയാലും നോ ആയാലും നിങ്ങൾ അറിയിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു. പിന്നെ ഈ ഒരു ദിവസത്തിൽ എനിക്ക് കഴിഞ്ഞ വർഷം ഈ ഒരു ഫെബ്രുവരി 14 പഠിച്ചോനെ എനിക്ക് അനുഗ്രഹിച്ചു തന്നൊരു സംഭവം ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഇക്കാൻ്റെ കൂടെ മക്കത്ത് ഹറമിലെ ആ ഒരു വാതിലിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് രണ്ടാൾക്കും പിടിച്ച് നിൽക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പഠിച്ചോൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്നേഹവും ആ ഒരു ബോണ്ടും കണ്ട് പഠിച്ചവൻ തന്നെ ഞങ്ങൾക്ക് തന്നിട്ടുള്ള, ഞങ്ങൾ ഇത് ആഘോഷിക്കലൊന്നും ഇല്ല കേട്ടോ, പക്ഷെ എന്നാലും അത് അറിഞ്ഞു തന്ന ഒരു ഗിഫ്റ്റാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ മനസ്സറിഞ്ഞ് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമാണ് എന്നുണ്ടെങ്കിൽ നമ്മളാവണം ഏറ്റവും കൂടുതൽ പരസ്പരം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണതും, അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കാണേണ്ടത് ഭർത്താവാണ്, ഭർത്താവ് ഭാര്യനെയാണ്. ഞാൻ ഇത് മുന്നൊരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആവണം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു കുറഞ്ഞൊരു സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സംസാരിക്കുന്നത് നമ്മളെ പാർട്ട്ണറോടാവണം എന്നുള്ളതാണ്. അങ്ങനെ ഒക്കെയാണ് നമ്മൾ ജീവിച്ച് പോണത് എന്നുണ്ടെങ്കിൽ ലൈഫ് വളരെ മനോഹരമാണ് എന്നുള്ളതാണ്. വിവാഹ ജീവിതമാണെങ്കിലും നമുക്ക് വളരെ ഭംഗിയായിട്ട് കൊണ്ട് പോകാൻ പറ്റും. ഈ ഒരു പ്രണയിക്കുന്ന സമയത്തുള്ള അതേ സാഹചര്യത്തിൽ നമുക്ക് ഇതന്നെ മുന്നോട്ട് വിവാഹം കഴിഞ്ഞാലും കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും ഈ ഒരു കുടുംബ ബന്ധങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടാവുന്നതിൻ്റെ കാരണങ്ങളും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത്, കൗൺസിലിങ്ങിന് ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നതും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. ഡിവോഴ്സിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ള ഓരോ ആളുകളാണ് നമ്മളടുത്ത് പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ലഹരി ഉപയോഗം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ ഇനിയും ഞാൻ കൂടുതലായിട്ട് എൻ്റെ ഈ ഒരു വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല, കാരണം ഒരു വാലൻസ് ഡേൻ്റെ ഒരു ചെറിയൊരു മെസ്സേജ് തരാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കുടുംബ പ്രശ്നങ്ങൾക്കുള്ള കാരണം, അതിനുള്ളൊരു സൊല്യൂഷൻ എന്താ എന്നുള്ളതും ഒക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ള ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ കമൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ അറിയിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. ഇത് കാണുന്ന ആളുകളിൽ എത്ര ആള് നിങ്ങളെ പാർട്ട്ണറെ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, നിങ്ങളെ പാർട്ട്ണറെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കാണുന്നുണ്ട്? നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് അവരോട് നിങ്ങളെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്?
അത് നിങ്ങളൊരു കമൻറ്റ് ഇതിൽ അറിയിക്കുക. യെസ് ആയാലും നോ ആയാലും നിങ്ങൾ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.